മഹാലക്ഷ്മി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മാർക്കോയാണെങ്കിൽ പൂർണ്ണ ആരോഗ്യവാനായി തിരിച്ച് ജീവിതത്തിലേക്ക് എത്തുകയാണ്. മഹാലക്ഷ്മിക്കും കണ്ണനും പറഞ്ഞറിയിക്കാത്ത സന്തോഷമാണ് ആ നിമിഷം ഉണ്ടാകുന്നത്. ശേഷം സീമന്തിരിയാവട്ടെ മേഘനാഥന്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് ഹോസ്പിറ്റലിലേക്ക് ഓടിയെത്തുന്നുണ്ട്. കണ്ണനോടാണ് എന്ത് സംഭവിച്ചു എന്ന് ചോദിക്കുന്നത്. മാർക്കോയും മേഘനാഥനും തമ്മിലുള്ള ഏറ്റുമുട്ടലിലാണ് ഇങ്ങനെ ഒരു അപകടം സംഭവിച്ചത്. പിന്നെ എന്റെ കാര്യം അറിയാലോ മാമി, അതുകൊണ്ട് എനിക്ക് ഇത്രയൊക്കെ ചെയ്യാൻ കഴിഞ്ഞുള്ളൂ. ഈ സമയം ഡോക്ടർ ആണെങ്കിൽ അങ്ങോട്ട് വരുന്നുണ്ട്. മേഘനാഥന്റെ അവസ്ഥയെക്കുറിച്ച് സീമന്തിരി ചോദിക്കുമ്പോൾ ഇപ്പൊ ഒന്നും പറയാനായിട്ടില്ല, ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു അവസ്ഥയിൽ തന്നെയാണ്, ഓപ്പറേഷൻ തിയേറ്ററിലാണ് ഇപ്പോ എന്നൊക്കെ പറയുന്നു. സീമന്തിരിക്കാണെങ്കിൽ അത് കേൾക്കുമ്പോൾ തന്നെ സഹിക്കാൻ കഴിയുന്നില്ല. അവരാണെങ്കിൽ പൊട്ടിക്കരയുന്നു. ഈ സമയം അവിടേക്ക് മഞ്ജു വരുന്നുണ്ട്. എന്നിട്ട് അവളാണെങ്കിൽ സീമന്തിരിയുടെ മുഖത്ത് നോക്കിയിട്ട് പറയുകയാണ്, ഒരുപാട് പെൺകുട്ടികളുടെ ജീവിതം കളഞ്ഞു കുടിച്ചവനാണ് ആ ഓപ്പറേഷൻ തിയേറ്ററിൽ കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ അവ പുറത്തേക്ക് ഇറങ്ങുന്നത് വെള്ള പുതച്ചിട്ടാവണം. അതാണ് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് മഞ്ജു ആണെങ്കിൽ മാർക്കോയെ കാണാനാണ് പോകുന്നത്. ഈ സമയം മാർക്കോയെ ഐസിയുനകത്താക്കിയെന്നും അവനിപ്പോ യാതൊരു പ്രശ്നമില്ലെന്നും പിന്നീട് വന്ന് കണ്ടോളാനൊക്കെ ആയിട്ട് ലോപ്പസ് പറയുന്നു. ശരി, മാർക്കോയ്ക്ക് യാതൊരു പ്രശ്നമില്ലെന്ന് അറിഞ്ഞതിൽ തന്നെ തനിക്ക് വലിയ സന്തോഷമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് മഞ്ജു ആണെങ്കിൽ അവിടെ നിന്ന് പോകുന്നുണ്ട്. അങ്ങനെ മഞ്ജു നേരെ പോകുന്നത് കമലേശ്വരത്തിലേക്കാണ്. അവിടെയാണെങ്കിൽ ദുർഗ സ്വാതിയോട് കാര്യങ്ങളൊന്നും തന്നെ അറിയിച്ചിട്ടില്ല. പതുക്കെ മെല്ലെ അറിയിക്കാമെന്നൊക്കെ കരുതി അവരാണെങ്കിൽ മടിച്ചു നിൽക്കുമ്പോഴാണ് മഞ്ജു അങ്ങോട്ട് കയറി ചെല്ലുന്നത്. ഇപ്പൊ നീ എന്തിനാടി ഇങ്ങോട്ട് വന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ അറിയിക്കേണ്ട ചില കാര്യങ്ങൾ ചിലരെ അറിയിക്കേണ്ടേ എന്ന് പറഞ്ഞുകൊണ്ട് സ്വാതിയെ നോക്കുന്നു. എന്തറിയിക്കാൻ? അല്ല, അപ്പൊ സ്വാതി ഒന്നും അറിഞ്ഞില്ലേ? നിന്റെ ഏട്ടൻ സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിലാണ്, അവിടേക്ക് ചെല്ലുന്നില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ എന്റെ ഏട്ടൻ എന്ത് പറ്റിയെന്നോ, അയാൾ ഇനി ജീവിതത്തിലേക്ക് വരുമെന്ന് തന്നെ ഡൗട്ടാണ്, വേണമെങ്കിൽ ഇതിന്റെ അമ്മയെ വിളിച്ച് ചോദിക്കുന്നൊക്കെ പറയുമ്പോ സ്വാതി ആണെങ്കിൽ ആകെ പേടിക്കുന്നു. മോളെ, ഇവള് പറയുന്നത് പോലെ കാര്യമായിട്ടുള്ള പ്രശ്നമൊന്നുമില്ല, ഇവളിത് വെറുതെ പറയുന്നതാണ്. അങ്ങനെയൊന്നുമല്ല, അയാളെ മരിക്കാൻ കിടക്കുന്നുണ്ട്, ജീവിതത്തിലേക്ക് ഒരിക്കലും ഇനി തിരിച്ചു വരാൻ ചാൻസ് ഇല്ല, അത്രയ്ക്ക് രക്തം വാർന്നു പോയിരിക്കുന്നത്. ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്നും ഉറപ്പായിട്ടും അയാളെ വെള്ളം പുതപ്പിച്ച് തന്നെയായിരിക്കും പുറത്തേക്ക് ഇറക്കാന്നൊക്കെ പറയുമ്പോൾ ദുർഗയ്ക്കാണെങ്കിൽ ഇല്ലാത്ത ദേഷ്യം തോന്നുന്നുണ്ട്. ഇറങ്ങിപ്പോടി ഇവിടെ നിന്നും, ഇനി ഇവിടെ നിന്ന് ഒരക്ഷരം ശബ്ദിക്കരുത്. നീ ജീവന് തുല്യ സ്നേഹിച്ച പുരുഷനല്ലേ, അവൻ നിന്റെ കഴുത്തിൽ താലി കെട്ടിയവനല്ലേ, എന്നിട്ട് അവനെ വിട്ട് കളഞ്ഞ ആ സാഗറിനോടൊപ്പം പോയതും പോരാ, അവനെ ഇപ്പൊ നിനക്ക് കൊന്നു കളയണല്ലേ, അവൻ മരിക്കാൻ വേണ്ടി നീ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു അല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ദുർഗയാണെങ്കിൽ മഞ്ജുവിനെ തല്ലാനായിട്ട് കൈ ഓങ്ങുകയാണ്. മഞ്ജു ആണെങ്കിൽ ആ കൈയെ കയറി പിടിക്കുന്നുണ്ട്. നിങ്ങള് എന്റെ അമ്മയായതിൽ ഞാൻ ഒരുപാട് വേദനിക്കുന്ന കുറച്ച് ദിവസങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കടന്നുപോയത്. അതുകൊണ്ട് പറയുന്നതാ, നിങ്ങളെ എന്നെ തല്ലാൻ കൈ ഓങ്ങരുത്, അതിനുള്ള അവകാശം നിങ്ങൾക്ക് എപ്പോഴും നഷ്ടപ്പെട്ടു കഴിഞ്ഞു. പിന്നെ ഇവിടെ നിന്നും ഇറങ്ങി പോകേണ്ട കാര്യം, ഇത് നിങ്ങളുടെ വീടെന്നല്ലല്ലോ, സ്വന്തമായിട്ടൊരു വീടൊക്കെ പണിത് അവിടെ നിന്നും അധികാരത്തോടെ പറയണം ഇറങ്ങി പോവാനായിട്ട്. ഇത് എന്റെ കണ്ണേട്ടന്റെ വീടാണ്, എന്റെ കണ്ണേട്ടൻ കെട്ടിപ്പടുത്ത വീട്, അത് സ്വന്തമാക്കാൻ വേണ്ടിയിട്ടാണല്ലോ ആർത്തി കൂട്ടങ്ങൾ ഇങ്ങനെ പിന്നാലെ നടക്കുന്നത്. നാണമില്ലേ നിങ്ങൾക്കൊക്കെ? ഇതിനേക്കാൾ വലുത് പോയി ചാകുന്നതായിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മഞ്ജു ആണെങ്കിൽ പൊട്ടിത്തെറിക്കുകയാണ്. എന്തായാലും ഈ സമയം ദുർഗയ്ക്കാണെങ്കിൽ മറുത്തൊന്നും പറയാനായിട്ട് കഴിയുന്നില്ല. കരുണയാണെങ്കിൽ മഞ്ജുവിനോട് തർക്കിക്കാനായിട്ട് പോകുമ്പോ ക്ഷേത്രത്തിൽ വെച്ച് നിന്റെ അച്ഛനെയും മുത്തശ്ശിയെയും കണ്ടിട്ടുണ്ട്, വിളിച്ചു ചോദിച്ചാൽ മതി, അവർക്ക് വേണ്ടത് ഞാൻ കൊടുത്തു വിട്ടിട്ടുണ്ടെന്നൊക്കെ പറയുകയാണ് മഞ്ജു. എന്തായാലും ആ മേഘനാഥന്റെ കാര്യം ഇനി പോക്കാണ്. ശത്രുക്കളിൽ ഒരാളുടെ ശല്യം ഒഴിഞ്ഞാൽ അത്രയും നല്ലത്. ഏട്ടനെ സ്നേഹിക്കുന്നവർക്കും സമാധാനത്തോടെ ഇനി ജീവിക്കാലോ എന്നൊക്കെ മഞ്ജു അവരുടെ മുഖത്ത് നോക്കി തന്നെ പറയുന്നുണ്ട്. മഞ്ജു വന്നതിന് പിന്നാലും മറ്റു പല ലക്ഷ്യങ്ങളുണ്ട്. മേഘനാഥൻ ഈ ആക്സിഡന്റിന് മുമ്പായിട്ട് ഇവരോട് എന്തെങ്കിലും സത്യങ്ങൾ അറിയിച്ചിട്ടുണ്ടോ എന്ന് കൂടി തിരക്കാൻ വേണ്ടിയിട്ടാണ് അവൾ അങ്ങോട്ട് എത്തിയിരിക്കുന്നത്. മഞ്ജുവിന് ഉറപ്പാകുന്നുണ്ട് മേഘൻ യാതൊരു വിവരങ്ങളും മറ്റു ശത്രുക്കളോട് പറഞ്ഞിട്ടില്ല എന്ന്. അവൾക്കാണെങ്കിൽ ചെറിയൊരു ആശ്വാസമാവുകയാണ്. കമലേശ്വരത്തിൽ നിന്നും ഇറങ്ങിയതിനു ശേഷം മഞ്ജു ആണെങ്കിൽ നേരെ ഫോൺ എടുത്ത് കണ്ണനെ വിളിക്കുകയാണ്. എന്നിട്ട് കാര്യങ്ങളൊക്കെ തന്നെ അറിയിക്കുന്നുണ്ട്. ഇവിടെ ആരും ഒന്നും അറിഞ്ഞിട്ടില്ല, കണ്ണേട്ടനെ സപ്പോർട്ട് ചെയ്തിട്ട് തന്നെയാണ് സംസാരിക്കുന്നത്, അതുകൊണ്ട് രക്ഷപ്പെട്ടു കണ്ണേട്ട, അവനിനി ജീവിതത്തിലേക്ക് വരാൻ കുറച്ച് ടൈം എടുക്കും, ഞാനും ചെന്ന് കണ്ടിരുന്നു എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ എല്ലാവർക്കും ആശ്വാസമാവുന്നുണ്ട്. കണ്ണനും ഈ വിവരം മഹിയോടും ലേഖയോടും പറയുന്നു. പിന്നീട് മഹിയാണെങ്കിൽ ആകെ പേടിച്ചു പോവുകയാണ്. കാരണം മേഘനാഥന്റെ തലക്കിട്ട് കണ്ണൻ കല്ലെടുത്ത് എറിഞ്ഞത് ഇനി ആരെങ്കിലും കണ്ടു കാണുമോ എന്നുള്ള രീതിക്കൊക്കെ അവൾ ചിന്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതന്നെ ആലോചിച്ച് മഹി ഇരിക്കുമ്പോഴാണ് ലേഖയുടെ വീടുമുറ്റത്ത് പോലീസുകാർ വരുന്നത്. എന്നിട്ട് കണ്ണനെ അന്വേഷിച്ച് അകത്തേക്ക് വരുന്ന കണ്ണൻ സാറ് വലിയൊരു ക്രൈം ചെയ്തിട്ടാണല്ലേ ഇവിടെ വന്നിരിക്കുന്നത് എന്നൊക്കെ കണ്ണനോട് ചോദിക്കുമ്പോൾ എന്താ സാറേ ഒന്നും അറിയാത്തതുപോലെ സംസാരിക്കുന്നത്, മേഘനാഥനുമായിട്ട് കാറിൽ സഞ്ചരിച്ചത് സാറല്ലേ? അതെ, അയാളെ ആരുമില്ലാത്തടത്ത് ചെന്ന് കൊല്ലാൻ നോക്കിയതും സാറല്ലേ? അയ്യോ, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല, അവനായിരുന്നു ആ ഒരു ഉദ്ദേശവും വെച്ച് എന്റെ കൂടെ വന്നിരുന്നെന്നൊക്കെ പറയുമ്പോ സാറിനെ ഒന്നും പറയണ്ട, അയാളുടെ തലയ്ക്കായിട്ട് കല്ലെടുത്തെറിഞ്ഞ ആ കാഴ്ച കണ്ട ദൃക്സാക്ഷികൾ ഉണ്ടെന്ന് പറയുമ്പോൾ കണ്ണനാണെങ്കിൽ ആകെ ഷോക്കാവുന്നു.
മഹാലക്ഷ്മിയും ലേഖയും എല്ലാവരും ഒരുപോലെ ഞെട്ടുന്നുണ്ട്. സാർ ഇനി ബാക്കി കാര്യങ്ങളൊക്കെ തന്നെ സ്റ്റേഷനിൽ വന്ന് പറഞ്ഞാൽ മതി. കൊലക്കുറ്റത്തിനാണ് സാറിന്റെ പേരിൽ കേസ് എടുക്കാൻ പോകുന്നതെന്നൊക്കെ പറയുമ്പോൾ കടനാണെങ്കിൽ നിസ്സഹായനായിട്ടുള്ള ഒരവസ്ഥയിൽ നിൽക്കുന്നുണ്ട്. എന്തായാലും മഹിയുടെയും കടന്റെയും സ്വപ്നങ്ങൾ നിലച്ചു പോകുന്ന ആ ഒരു ഘട്ടത്തിലേക്കാണ് വന്നെത്തി നിൽക്കുന്നത്. പക്ഷേ അങ്ങനെയൊന്നും തന്നെ സംഭവിക്കാൻ പോകുന്നില്ല. കാരണം ആ ഒരു രംഗങ്ങളൊക്കെ തന്നെ മഹി ഓർത്തുകൂട്ടി വെക്കുന്നതാണ്. അതായത് ഒരു സ്വപ്നം പോലെയാണ് മഹി അത് കാണുന്നത്. അങ്ങനെ കണ്ണനെ പോലീസുകാർ കൊണ്ടുപോകുമോ എന്നുള്ളൊരു പേടിയോട് കൂടിയിട്ട് മഹിയാണെങ്കിൽ കണ്ണനോട് പറയുന്നുണ്ട്, കണ്ണേട്ടാ എനിക്ക് ആകെ പേടിയാവുന്നു, നമ്മൾ ഇനി എന്ത് ചെയ്യും? ആ മേഘനാഥന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കണ്ണേട്ടന്റെ പേര് അവൻ പറയും. കണ്ണേട്ടനെ പോലീസ് സ്റ്റേഷനിൽ കയറ്റി കണ്ണേട്ടന് എന്തെങ്കിലും സംഭവിക്കുമെന്നൊക്കെ പറയുമ്പോൾ അതിനവൻ ജീവിതത്തിലേക്ക് വരാൻ ചാൻസ് ഇല്ല മഹി, അത്രത്തോളം രക്തം വാർന്നു പോയിട്ടുണ്ട്, നീ ടെൻഷൻ അടിക്കണ്ട, സമാധാനത്തോടെ ഇരിക്കുന്നൊക്കെ പറഞ്ഞുകൊണ്ട് കണ്ണൻ മഹിയെ സമാധാനിപ്പിക്കുകയാണ്. അപ്പൊ എന്തായാലും കിടിലൻ എപ്പിസോഡ്സിനായിട്ട് കാത്തിരിക്കാം. ബൈ.